അധ്യായം 5 അൽ-മാഇദ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 120. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. വിശ്വസിച്ചവരെ, കരാറുകൾ പാലിക്കുക. നാൽക്കാലികളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, വഴിയെ വിവരിക്കുന്നവ ഒഴികെ. എന്നാൽ ഇഹ്റാമിലായിരിക്കെ വേട്ടയാടുന്നത് അനുവദനീയമായി ഗണിക്കരുത്. അല്ലാഹു അവനിച്ഛിക്കുന്നത് വിധിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ് لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. വിശ്വസിച്ചവരെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. പവിത്രമാസം, ബലിമൃഗങ്ങൾ, അവയെ തിരിച്ചറിയാനുള്ള കഴുത്തിലെ വടങ്ങൾ, തങ്ങളുടെ നാഥന്റെ അനുഗ്രഹവും പ്രീതിയും തേടി പുണ്യഗേഹത്തിലേക്ക് പോകുന്നവർ, ഇവയെയും നിങ്ങൾ അനാദരിക്കരുത്. ഇഹ്റാമിൽ നിന്നൊഴിവായാൽ നിങ്ങൾക്ക് വേട്ടയിലേർപ്പെടാവുന്നതാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കിയവരോടുള്ള വെറുപ്പ് അവർക്കെതിരെ അതിക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. പുണ്യത്തിലും ദൈവഭക്തിയിലും പരസ്പരം സഹായികളാവുക. പാപത്തിലും പരാക്രമത്തിലും പരസ്പരം സഹായികളാകരുത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. ശവം, രക്തം, പന്നീറച്ചി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചത്തത്, തല്ലിക്കൊന്നത്, വീണുചത്തത്, തമ്മിൽ കുത്തിച്ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നിട്ടത്, ചാവും മുമ്പേ നിങ്ങൾ അറുത്തത് ഒഴികെ, പ്രതിഷ്ഠകൾക്ക് ബലിയറുത്തത്, ഇതൊക്കെയും നിങ്ങൾക്ക് നിഷിദ്ധമാണ്.
അമ്പുകൾ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തലും നിഷിദ്ധം തന്നെ. ഇതെല്ലാം മ്ലേച്ഛമാണ്. സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ നേരിടുന്നതിൽ ഇന്ന് നിരാശരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല. എന്നെ മാത്രം ഭയപ്പെടുക. ഇന്ന് നിങ്ങളുടെ ജീവിത വ്യവസ്ഥ ഞാൻ നിങ്ങൾക്ക് തികവുറ്റതാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള ജീവിത വ്യവസ്ഥയായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആരെങ്കിലും പട്ടിണി കാരണം നിഷിദ്ധം തിന്നാൻ നിർബന്ധിതനായാൽ അവൻ തെറ്റു ചെയ്യാൻ തൽപരനല്ലെങ്കിൽ അറിയുക, ഉറപ്പായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكن عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. അവർ നിന്നോട് ചോദിക്കുന്നു, എന്തൊക്കെയാണ് തങ്ങൾക്ക് തിന്നാൻ പാടുള്ളതെന്ന്. പറയുക, നിങ്ങൾക്ക് നല്ല വസ്തുക്കളൊക്കെയും തിന്നാൻ അനുവാദമുണ്ട്. അല്ലാഹു നിങ്ങൾക്കേകിയ അറിവുപയോഗിച്ച് നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടമൃഗം നിങ്ങൾക്കായി പിടിച്ചുകൊണ്ടുവന്നു തരുന്നതും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ ആ ഉരുവിൻ്റെ മേൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ നാമം ഉരുവിടണം. അല്ലാഹുവെ സൂക്ഷിക്കുക, സംശയം വേണ്ട. അല്ലാഹു അതിവേഗം കണക്കു നോക്കുന്നവനാണ്. اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مسافحين ولا متخذي أخدان ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين. ഇന്ന് എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു. വേദക്കാരുടെ ആഹാരം നിങ്ങൾക്കും നിങ്ങളുടെ ആഹാരം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള ചാരിത്രവതികളും നിങ്ങൾക്ക് മുമ്പേ വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ചാരിത്രവതികളും നിങ്ങൾക്ക് അനുവദനീയരാണ്. നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകി കല്യാണം കഴിക്കണമെന്ന് മാത്രം. അതോടൊപ്പം അവർ പരസ്യമായി വ്യഭിചാരത്തിലേർപ്പെടുന്നവരോ രഹസ്യവീഴ്ചക്കാരെ സ്വീകരിക്കുന്നവരോ ആവരുത്. സത്യവിശ്വാസത്തെ നിഷേധിക്കുന്നവന്റെ പ്രവർത്തനങ്ങളൊക്കെയും പാഴായിരിക്കുന്നു. പരലോകത്ത് അവൻ പാപ്പരായിരിക്കും. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء
فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. വിശ്വസിച്ചവരെ, നിങ്ങൾ നമസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ ഇരുകരങ്ങളും കഴുകുക. തല തടവുകയും ഞെരിയാണി വരെ കാലുകൾ കഴുകുകയും ചെയ്യുക. നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. രോഗികളോ യാത്രക്കാരോ ആണെങ്കിലും നിങ്ങളിലാരെങ്കിലും വിസർജിച്ചു വരികയോ സ്ത്രീ സംസർഗം നടത്തുകയോ ചെയ്തിട്ട് വെള്ളം കിട്ടാതിരിക്കുകയാണെങ്കിലും ശുദ്ധി വരുത്താൻ മാലിന്യമില്ലാത്ത മണ്ണ് ഉപയോഗിക്കുക. അതിൽ കൈയടിച്ച് മുഖവും കൈകളും തടവുക. നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരാനും അവൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. അവൻ നിങ്ങളോട് കരുത്തുറ്റ കരാർ വാങ്ങിയ കാര്യവും, അഥവാ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു മനസ്സുകളിലുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ്. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നേരാം വിധം നിലകൊള്ളുന്നവരാവുക. നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരും. ഒരു ജനതയോടുള്ള വിരോധം നീതി നടത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നീതി പാലിക്കുക. അതാണ് ധർമ്മപാലനത്തോട് ഏറ്റവും ചേർന്നു നിൽക്കുന്നത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഉറപ്പായും അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ടെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. എന്നാൽ സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുകയും ചെയ്തവരോ അവരാണ് നരകാവകാശികൾ. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. വിശ്വസിച്ചവരെ, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹം ഓർത്തുനോക്കൂ. ഒരു കൂട്ടർ നിങ്ങൾക്ക് നേരെ കയ്യോങ്ങാൻ ഒരുമ്പെടുകയായിരുന്നു. അപ്പോൾ അല്ലാഹു നിങ്ങളിൽ നിന്ന് അവരുടെ കൈകളെ തടഞ്ഞു നിർത്തി. അതിനാൽ അല്ലാഹുവെ സൂക്ഷിക്കുക. സത്യവിശ്വാസികൾ
അല്ലാഹുവിൽ മാത്രം സർവം സമർപ്പിക്കട്ടെ. ولقد أخذ الله ميثاق بني إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. അല്ലാഹു ഇസ്രയേൽ മക്കളോട് കരാർ വാങ്ങിയിരുന്നു. അവരിൽ 12 പേരെ മുഖ്യന്മാരായി നാം നിയോഗിക്കുകയും ചെയ്തു. അല്ലാഹു അവരോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സക്കാത്ത് നൽകുക, എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക, അവരെ സഹായിക്കുക, അല്ലാഹുവിന് ശ്രേഷ്ഠമായ കടം കൊടുക്കുകയും ചെയ്യുക. എങ്കിൽ ഞാൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയും. താഴ്ഭാഗത്തൂടെ നദികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും തീർച്ച. എന്നാൽ അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും നിഷേധികളാവുകയാണെങ്കിൽ അവൻ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയതു തന്നെ. فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم فاعف عنهم واصفح إن الله يحب المحسنين. പിന്നീട് അവരുടെ കരാർ ലംഘനം കാരണമായി നാം അവരെ ശപിച്ചു. അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെയ്തു. അവർ വേദവാക്യങ്ങളിൽ കൃത്രിമം കാണിക്കുന്നു. നാം നൽകിയ ഉദ്ബോധനങ്ങളിൽ വലിയൊരു ഭാഗം മറക്കുകയും ചെയ്തു. അവരിൽ അല്പം ചിലരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചന നീ കണ്ടുകൊണ്ടേയിരിക്കും. അതിനാൽ നീ അവർക്ക് മാപ്പേകുക, അവരോട് വിട്ടുവീഴ്ച കാണിക്കുക. നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും തീർച്ച. ومن الذين قالوا إنا نصارى أخذنا ميثاقهم فنسوا حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة وسوف ينبئهم الله بما كانوا يصنعون. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങിയിരുന്നു. എന്നാൽ അവരും തങ്ങൾക്ക് ലഭിച്ച ഉദ്ബോധനങ്ങളിൽ വലിയൊരു ഭാഗം മറന്നുകളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ നാം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ പരസ്പര വൈരവും വെറുപ്പും വളർത്തി. അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അല്ലാഹു പിന്നീട് അവരെ അറിയിക്കുന്നതാണ്. يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന്
നിങ്ങൾ മറച്ചുവെച്ചിരുന്ന നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൂതനിത നിങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നു. ഒട്ടു വളരെ കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്നുള്ള വെളിച്ചവും തെളിവുറ്റ ഗ്രന്ഥവും വന്നെത്തിയിരിക്കുന്നു. يهدي به الله من اتبع رضوانه سبل السلام يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. തന്റെ തൃപ്തി തേടിയവരെ അല്ലാഹു ഗ്രന്ഥം വഴി സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. തന്റെ ഹിതത്താൽ അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു, നേരായ വഴിയിലൂടെ നയിക്കുകയും ചെയ്യുന്നു. لقد كفر الذين قالوا إن الله هو المسيح ابن مريم قل فمن يملك من الله شيئا إن أراد أن يهلك المسيح ابن مريم وأمه ومن في الأرض جميعا ولله ملك السماوات والأرض وما بينهما يخلق ما يشاء والله على كل شيء قدير. മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യനിഷേധികളായിരിക്കുന്നു. ചോദിക്കുക, അല്ലാഹു മറിയമിന്റെ മകൻ മസീഹിനെയും അയാളുടെ മാതാവിനെയും ഭൂമിയിലുള്ളവരെയൊക്കെയും നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ നടപടിയിൽ മാറ്റം വരുത്താൻ ആർക്കാണ് കഴിയുക? ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയുമെല്ലാം ആധിപത്യം അല്ലാഹുവിനാണ്. അവൻ ഇച്ഛിക്കുന്നതെല്ലാം അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. وقالت اليهود والنصارى نحن أبناء الله وأحباؤه قل فلم يعذبكم بذنوبكم بل أنتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات والأرض وما بينهما وإليه المصير. യഹൂദരും ക്രിസ്ത്യാനികളും വാദിക്കുന്നു, തങ്ങൾ ദൈവത്തിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാണെന്ന്. അവരോട് ചോദിക്കുക, എങ്കിൽ പിന്നെ നിങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നതെന്തുകൊണ്ട്? എന്നാൽ ഓർക്കുക, നിങ്ങളും അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ മാപ്പേകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളവയുടെയുമെല്ലാം ഉടമ അല്ലാഹുവാണ്. എല്ലാറ്റിന്റെയും മടക്കവും അവനിലേക്ക് തന്നെ. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും അലാ ഫത്രത്തിൻ മിനർ റുസുലി അൻ തഖൂലൂ മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ فقد جاءكم بشير ونذير والله على كل شيء قدير. വേദക്കാരെ, ദൈവദൂതന്മാരുടെ വരവ് നിലച്ചുപോയ വേളയിൽ നമ്മുടെ ദൂതനിത കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നവനായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് ശുഭവാർത്ത അറിയിക്കുന്നവനോ മുന്നറിയിപ്പുകാരനോ വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണിത്. തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ദൂതനിത വന്നെത്തിയിരിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെ.
وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ وَجَعَلَكُمْ مُلُوكًا وآتاكم ما لم يؤت أحدا من العالمين. മൂസ തന്റെ ജനത്തോടു പറഞ്ഞ സന്ദർഭം: എന്റെ ജനമേ, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. അവൻ നിങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചു, നിങ്ങളെ രാജാക്കന്മാരാക്കി. ലോകരിൽ മറ്റാർക്കും നൽകാത്ത പലതും അവൻ നിങ്ങൾക്കു നൽകി. يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين. എന്റെ ജനമേ, അല്ലാഹു നിങ്ങൾക്കായി നിശ്ചയിച്ച പുണ്യഭൂമിയിൽ പ്രവേശിക്കുക. പിറകോട്ട് തിരിച്ചു പോകരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പരാജിതരായിത്തീരും. قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون. അവർ പറഞ്ഞു: ഹേ മൂസ, പരാക്രമികളായ ജനമാണ് അവിടെയുള്ളത്. അവർ പുറത്തു പോകാതെ ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ല. അവർ അവിടം വിട്ടൊഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാം. قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين. ദൈവഭയമുള്ളവരും ദിവ്യാനുഗ്രഹം ലഭിച്ചവരുമായ 2 പേർ മുന്നോട്ടു വന്നു. അവർ പറഞ്ഞു: പട്ടണവാതിലിലൂടെ നിങ്ങൾ അവിടെ കടന്നു ചെല്ലുക. അങ്ങനെ പ്രവേശിച്ചാൽ തീർച്ചയായും നിങ്ങളാണ് വിജയികളാവുക. നിങ്ങൾ വിശ്വാസികളെങ്കിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. എന്നാൽ അവർ ഇതുതന്നെ പറയുകയാണുണ്ടായത്: മൂസ, അവരവിടെ ഉള്ളയിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് പോവുകയില്ല. അതിനാൽ താനും തന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. قال رب إني لا أملك إلا نفسي وأخي فافرق بيننا وبين القوم الفاسقين. മൂസ പ്രാർത്ഥിച്ചു: എന്റെ നാഥ, എന്റെയും എന്റെ സഹോദരന്റെയും മേലല്ലാതെ എനിക്ക് നിയന്ത്രണമില്ല. അതിനാൽ ധിക്കാരികളായ ഈ ജനത്തിൽ നിന്ന് നീ ഞങ്ങളെ വേർപെടുത്തണമേ. قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. അല്ലാഹു മൂസായെ അറിയിച്ചു: തീർച്ചയായും 40 കൊല്ലത്തേക്ക് ആ പ്രദേശം അവർക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. അക്കാലമത്രയും അവർ ഭൂമിയിൽ അലഞ്ഞുതിരിയും. അധാർമികരായ ഈ ജനത്തിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല. واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. നീ അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ കഥ വസ്തുനിഷ്ഠമായി വിവരിച്ചു കൊടുക്കുക. അവരിരുവരും ബലി നടത്തിയപ്പോൾ
ഒരാളുടെ ബലി സ്വീകാര്യമായി, അപരൻ്റേത് സ്വീകരിക്കപ്പെട്ടില്ല. അതിനാൽ അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. അപരൻ പറഞ്ഞു, ഭക്തന്മാരുടെ ബലിയെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين. എന്നെ കൊല്ലാൻ നീ എൻ്റെ നേരെ കൈനീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ നിന്റെ നേരെ കൈനീട്ടുകയില്ല. തീർച്ചയായും ഞാൻ പ്രപഞ്ചനാഥനായ അല്ലാഹുവെ ഭയപ്പെടുന്നു. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. എൻ്റെ പാപവും നിന്റെ പാപവും നീ തന്നെ പേറണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നീ നരകാവകാശിയായി തീരണമെന്നും. അക്രമികൾക്കുള്ള പ്രതിഫലം അതാണല്ലോ. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. എന്നിട്ടും അവന്റെ മനസ്സ് തന്റെ സഹോദരനെ വധിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ അവൻ അയാളെ കൊന്നു. അതിനാൽ അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. പിന്നീട് അവന് തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടതെങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാനായി ഒരു കാക്കയെ അല്ലാഹു അയച്ചു. അത് ഭൂമിയിൽ ഒരു കുഴി മാന്തുകയായിരുന്നു. ഇത് കണ്ട് അയാൾ വിലപിച്ചു, കഷ്ടം, എന്റെ സഹോദരന്റെ മൃതദേഹം മറമാടുന്ന കാര്യത്തിൽ ഈ കാക്കയെപ്പോലെയാകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അവൻ കൊടും ഖേദത്തിലകപ്പെട്ടു. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികളോട് നാം കൽപ്പിച്ചു, ആരെയെങ്കിലും കൊന്നതിനോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ അല്ലാതെ വല്ലവനും ഒരാളെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെപ്പോലെയാണ്. ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചവനെപ്പോലെയും. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും അവരിലേറെ പേരും ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നവരാണ്. ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർദി ഫസാദൻ അൻ يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. അല്ലാഹുവോടും അവന്റെ ദൂതനോടും യുദ്ധത്തിലേർപ്പെടുകയും ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വധമോ കുരിശിലേറ്റലോ കൈകാലുകൾ എതിർദിശകളിൽ മുറിച്ചുകളയലോ നാടുകടത്തലോ ആണ്. അതവർക്ക്
ഈ ലോകത്തുള്ള മാനക്കേട്, പരലോകത്തോ കടുത്ത ശിക്ഷയും. ഇല്ലല്ലദീന താബൂ മിൻ ഖബ്ലി അൻ തഖ്ദിറൂ അലൈഹിം ഫഅലമൂ അന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ നിങ്ങൾ അവരെ പിടികൂടി നടപടിയെടുക്കാൻ തുടങ്ങും മുമ്പേ അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ശിക്ഷ ബാധകമല്ല. നിങ്ങൾ അറിയുക, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അവനിലേക്ക് അടുക്കാനുള്ള വഴി തേടുക, അവന്റെ മാർഗത്തിൽ പരമാവധി ത്യാഗപരിശ്രമങ്ങൾ അനുഷ്ഠിക്കുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമത്തി മാ തുഖബ്ബില മിൻഹും വലഹും അദാബുൻ അലീം. ഭൂമിയിലുള്ളതൊക്കെയും അത്ര തന്നെ വേറെയും സത്യനിഷേധികളുടെ വശമുണ്ടാവുകയും ഉയിർത്തെഴുന്നേൽപ്പ് നാളിലെ ശിക്ഷയിൽ നിന്നൊഴിവാക്കാൻ അതൊക്കെയും അവർ പിഴയായി ഒടുക്കാൻ ഒരുങ്ങുകയും ചെയ്താലും അവരിൽ നിന്ന് അതൊന്നും സ്വീകരിക്കുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയാണുണ്ടാവുക. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാരി വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ കൊതിക്കും, പക്ഷേ അതിൽ നിന്ന് പുറത്തു കടക്കാനാവില്ല. സ്ഥിരമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. കട്ടവന്റെയും കട്ടവളുടെയും കൈകൾ മുറിച്ചു കളയുക, അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണത്. അല്ലാഹുവിൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയും. അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ അതിക്രമം ചെയ്ത ശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും നന്നാവുകയും ചെയ്താൽ അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. അലം തഅലം അന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദി യുഅദ്ദിബു മൻ യശാഅ വയഗ്ഫിറു ലിമൻ യശാഅ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. നിനക്കറിഞ്ഞുകൂടെ ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണെന്ന്? അവനിച്ഛിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തുകൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروا
ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. പ്രവാചകരെ, സത്യനിഷേധത്തിൽ കുതിച്ചു മുന്നേറുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് വായ കൊണ്ട് വാദിക്കുന്നവരാണ് അവർ. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ല. യഹൂദരിൽപ്പെട്ടവരോ അവർ കള്ളത്തിന് കാതോർക്കുന്നവരാണ്. നിന്റെ അടുത്തു വരാത്ത മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാതു കൂർപ്പിക്കുന്നവരും. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ മാറ്റിമറിക്കുന്നു. അവർ പറയുന്നു, നിങ്ങൾക്ക് ഈ നിയമമാണ് നൽകുന്നതെങ്കിൽ അത് സ്വീകരിക്കുക, അതല്ല നൽകുന്നതെങ്കിൽ നിരസിക്കുക. അല്ലാഹു ആരെയെങ്കിലും നാശത്തിലകപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിൽ നിന്ന് അയാൾക്ക് യാതൊന്നും നേടിക്കൊടുക്കാൻ നിനക്കാവില്ല. അത്തരക്കാരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് ഇഹലോകത്ത് മാനക്കേടാണുണ്ടാവുക, പരലോകത്തോ കൊടിയ ശിക്ഷയും. سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. അവർ കള്ളത്തിന് കാതോർക്കുന്നവരാണ്, നിഷിദ്ധധനം ധാരാളമായി തിന്നുന്നവരും. അവർ നിന്റെ അടുത്ത് വരികയാണെങ്കിൽ നീ അവർക്കിടയിൽ തീർപ്പു കൽപ്പിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുക. അവരെ അവഗണിച്ചാൽ നിനക്കൊരു ദ്രോഹവും വരുത്താൻ അവർക്കാവില്ല. എന്നാൽ നീ അവർക്കിടയിൽ തീർപ്പു കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവം വിധിക്കുക. സംശയമില്ല, നീതി നടത്തുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. എന്നാൽ അവരെങ്ങനെ നിന്നെ വിധികർത്താവാക്കും? അവരുടെ വശം തൗറാത്തുണ്ട്, അതിൽ ദൈവിക നിയമങ്ങളുമുണ്ട്. എന്നിട്ടും അതിൽ നിന്ന് സ്വയം പിന്തിരിഞ്ഞവരാണവർ. അവർ വിശ്വാസികളെ അല്ല. ഇന്നാ അൻസൽനാ التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون. നാം തന്നെയാണ് തൗറാത്ത് ഇറക്കിയത്. അതിൽ വെളിച്ചവും നേർവഴിയുമുണ്ട്. അല്ലാഹുവിന് അടിപ്പെട്ട് ജീവിച്ച പ്രവാചകന്മാർ യഹൂദർക്ക് അതനുസരിച്ച് വിധി നടത്തിയിരുന്നു. പുണ്യപുരുഷന്മാരും പണ്ഡിതന്മാരും അതുതന്നെ ചെയ്തു. കാരണം അവരെയായിരുന്നു അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം ഏൽപ്പിച്ചിരുന്നത്. അവരതിന് സാക്ഷികളുമായിരുന്നു. അതിനാൽ നിങ്ങൾ ജനങ്ങളെ പേടിക്കരുത്, എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ വചനങ്ങൾ നിസ്സാര വിലയ്ക്ക് വിൽക്കരുത്. ആർ അല്ലാഹു അവതരിപ്പിച്ച നിയമമനുസരിച്ച് വിധി നടത്തുന്നില്ലയോ, അവർ തന്നെയാണ് അവിശ്വാസികൾ. وَكَتَبْنَا عَلَيْهِمْ فِيهَا أَنَّ
النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. നാം അവർക്ക് അതിൽ ഇവ്വിധം നിയമം നൽകിയിരിക്കുന്നു. ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്കു ചെവി, പല്ലിന് പല്ല്, എല്ലാ പരിക്കുകൾക്കും തത്തുല്യമായ പ്രതിക്രിയ. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയാണെങ്കിൽ അത് അവനുള്ള പ്രായശ്ചിത്തമാകുന്നു. ആർ അല്ലാഹു അവതരിപ്പിച്ച നിയമമനുസരിച്ച് വിധിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ. وقفينا على آثارهم بعيسى ابن مريم مصدقا لما بين يديه من التوراة وآتيناه الإنجيل فيه هدى ونور ومصدقا لما بين يديه من التوراة وهدى وموعظة للمتقين. ആ പ്രവാചകന്മാർക്കു ശേഷം നാം മറിയമിന്റെ മകൻ ഈസായെ നിയോഗിച്ചു. അദ്ദേഹം തൗറാത്തിൽ നിന്ന് തന്റെ മുന്നിലുള്ളവയെ ശരിവയ്ക്കുന്നവനായിരുന്നു. നാം അദ്ദേഹത്തിന് വെളിച്ചവും നേർവഴിയുമുള്ള ഇഞ്ചീൽ നൽകി. അത് തൗറാത്തിൽ നിന്ന് അന്നുള്ളവയെ ശരിവയ്ക്കുന്നതായിരുന്നു, ഭക്തന്മാർക്ക് നേർവഴി കാണിക്കുന്നതും സതുപദേശം നൽകുന്നതും. وَلْيَحْكُمْ أَهْلُ الْإِنْجِيلِ بِمَا أَنزَلَ اللَّهُ فِيهِ وَمَنْ لَمْ يَحْكُمْ بِمَا أَنزَلَ اللَّهُ فَأُولَئِكَ هُمُ الْفَاسِقُونَ. ഇഞ്ചീലിന്റെ അനുയായികൾ അല്ലാഹു അതിലവതരിപ്പിച്ച നിയമമനുസരിച്ച് വിധി നടത്തട്ടെ. ആർ അല്ലാഹു അവതരിപ്പിച്ച നിയമമനുസരിച്ച് വിധി നടത്തുന്നില്ലയോ അവർ തന്നെയാകുന്നു അധർമ്മികൾ. وَأَنزَلْنَا إِلَيْكَ الْكِتَابَ بِالْحَقِّ مُصَدِّقًا لِمَا بَيْنَ يَدَيْهِ مِنَ الْكِتَابِ وَمُهَيْمِنًا عَلَيْهِ فَاحْكُم بَيْنَهُم بِمَا أَنزَلَ اللَّهُ وَلَا تَتَّبِعْ أَهْوَاءَهُمْ عَمَّا جَاءَكَ مِنَ الْحَقِّ لِكُلٍّ جَعَلْنَا مِنكُمْ شِرْعَةً وَمِنْهَاجًا وَلَوْ شَاءَ اللَّهُ لَجَعَلَكُمْ أُمَّةً وَاحِدَةً وَلَكِنْ لِيَبْلُوَكُمْ فِيمَا آتَاكُمْ فَاسْتَبِقُوا الْخَيْرَاتِ إِلَى اللَّهِ مَرْجِعُكُمْ جَمِيعًا فَيُنَبِّئُكُم بِمَا كُنتُمْ فِيهِ تَخْتَلِفُونَ. പ്രവാചകരെ, നിനക്ക് നാം ഇതാ ഈ വേദപുസ്തകം സത്യസന്ദേശവുമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അത് മുൻവേദഗ്രന്ഥത്തിൽ നിന്ന് അതിന്റെ മുന്നിലുള്ളവയെ ശരിവെക്കുന്നതാണ്, അതിനെ ഭദ്രമായി കാത്തുരക്ഷിക്കുന്നതും. അതിനാൽ അല്ലാഹു അവതരിപ്പിച്ചു തന്ന നിയമമനുസരിച്ച് നീ അവർക്കിടയിൽ വിധി കൽപ്പിക്കുക. നിനക്ക് വന്നെത്തിയ സത്യത്തെ നിരാകരിച്ച് അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും നാം ഓരോ നിയമവ്യവസ്ഥയും കർമ്മരീതിയും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒന്നാകെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്തത് നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാനാണ്. അതിനാൽ മഹത്കൃത്യങ്ങളിൽ മത്സരിച്ചു മുന്നേറുക. നിങ്ങളുടെയൊക്കെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെയെല്ലാം നിജസ്ഥിതി അപ്പോൾ അവൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. وَأَنِحْكُم بَيْنَهُم بِمَا أَنزَلَ
أنزل الله ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعض ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون. അല്ലാഹു ഇറക്കിത്തന്ന നിയമമനുസരിച്ച് നീ അവർക്കിടയിൽ വിധി കൽപ്പിക്കുക. നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റരുത്. അല്ലാഹു നിനക്ക് ഇറക്കിത്തന്ന ഏതെങ്കിലും നിയമങ്ങളിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു കളയുന്നതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുക. അഥവാ അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അറിയുക, അവരുടെ ചില തെറ്റുകൾ കാരണമായി അവരെ ആപത്തിലകപ്പെടുത്തണമെന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ജനങ്ങളിലേറെ പേരും കടുത്ത ധിക്കാരികളാണ്. أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون. അനിസ്ലാമിക വ്യവസ്ഥയുടെ വിധിയാണോ അവരാഗ്രഹിക്കുന്നത്? അടിയുറച്ച സത്യവിശ്വാസികൾക്ക് അല്ലാഹുവേക്കാൾ നല്ല വിധികർത്താവായി ആരുണ്ട്? يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. വിശ്വസിച്ചവരെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത്. അവരന്യോന്യം കൈകാര്യകർത്താക്കളാണ്. നിങ്ങളിലാരെങ്കിലും അവരെ കൈകാര്യകർത്താക്കളാക്കുന്നുവെങ്കിൽ അവനും അവരിൽപ്പെട്ടവനായിത്തീരും. അക്രമികളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. എന്നാൽ ദീനം പിടിച്ച മനസ്സുള്ളവർ അവരുമായി കൂട്ടുകൂടുന്നതിന് തിടുക്കം കൂട്ടുന്നതായി കാണാം. തങ്ങൾക്കു വല്ല വിപത്തും വന്നുപെട്ടേക്കുമോയെന്ന് ആശങ്കയുണ്ടെന്നാണ് അതിനവർ കാരണം പറയുക. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് നിർണായക വിജയം നൽകിയേക്കാം. അല്ലെങ്കിൽ അവന്റെ ഭാഗത്തുനിന്ന് മറ്റു വല്ല തീർപ്പും ഉണ്ടായേക്കാം. അപ്പോൾ അവർ തങ്ങളുടെ മനസ്സ് മറച്ചുവെക്കുന്നതിനെ സംബന്ധിച്ച് ഖേദിക്കുന്നവരായിത്തീരും. وَيَقُولُ الَّذِينَ آمَنُوا أَهَؤُلَاءِ الَّذِينَ أَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ إِنَّهُمْ لَمَعَكُمْ حبطت أعمالهم فأصبحوا خاسرين. അന്നേരം സത്യവിശ്വാസികൾ ചോദിക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണെന്ന് അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞിരുന്ന അക്കൂട്ടർ തന്നെയാണോ ഇവർ? അവരുടെ പ്രവർത്തനങ്ങൾ പാഴായിരിക്കുന്നു. അങ്ങനെ അവർ പരാജിതരാവുകയും ചെയ്തിരിക്കുന്നു. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين
أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. വിശ്വസിച്ചവരെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതം ഉപേക്ഷിച്ചു പോകുന്നുവെങ്കിൽ അല്ലാഹു മറ്റൊരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരും. അല്ലാഹു ഇഷ്ടപ്പെടുകയും അല്ലാഹുവെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ. അവർ വിശ്വാസികളോട് വിനയവും സത്യനിഷേധികളോട് പ്രതാപവും കാണിക്കുന്നവരായിരിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നവരും ആരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമായിരിക്കും. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവനിച്ഛിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അല്ലാഹു വിപുലമായ ഔദാര്യമുടയവനാണ്, എല്ലാം അറിയുന്നവനും. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. നിങ്ങളുടെ രക്ഷാധികാരി അല്ലാഹുവും അവന്റെ ദൂതനുമാണ്. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അല്ലാഹുവെ മാത്രം നമിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. അല്ലാഹുവേയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും കൈകാര്യകർത്താക്കളാക്കുന്നവർ അറിയട്ടെ, അല്ലാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം വരിക്കുന്നവർ. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. വിശ്വസിച്ചവരെ, നിങ്ങളുടെ മതത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു പോന്ന നിങ്ങൾക്ക് മുമ്പേ വേദം നൽകപ്പെട്ടവരെയും സത്യനിഷേധികളെയും കൈകാര്യകർത്താക്കളാക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ അല്ലാഹുവെ സൂക്ഷിക്കുക. وَإِذَا نَادَيْتُمْ إِلَى الصَّلَاةِ اتَّخَذُوهَا هُزُوًا وَلَعِبًا ذَلِكَ بِأَنَّهُمْ قَوْمٌ لَّا يَعْقِلُونَ. നിങ്ങൾ നമസ്കാരത്തിന് വിളിച്ചാൽ അവരതിനെ പരിഹാസവും കളിയുമാക്കുന്നു. അവർ ആലോചിച്ചറിയാത്ത ജനമായതിനാലാണത്. قُلْ يَا أَهْلَ الْكِتَابِ هَلْ تَنقِمُونَ مِنَّا إِلَّا أَنْ آمَنَّا بِاللَّهِ وَمَا أُنْزِلَ إِلَيْنَا وَمَا أُنْزِلَ مِنْ قبل وأن أكثركم فاسقون. ചോദിക്കുക, വേദക്കാരെ, നിങ്ങൾ ഞങ്ങളോട് ശത്രുത പുലർത്താൻ വല്ല കാരണവുമുണ്ടോ? അല്ലാഹുവിലും ഞങ്ങൾക്ക് ഇറക്കിക്കിട്ടിയതിലും ഞങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നതല്ലാതെ നിങ്ങളിലേറെ പേരും അധാർമികരാണെന്നതും. قل هل أنبئكم بشر من ذلك مثوبة عند الله من لعنه الله وغضب عليه وجعل منهم القردة والخنازير وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل. ചോദിക്കുക, അല്ലാഹുവിങ്കൽ അതിനേക്കാൾ ഹീനമായ പ്രതിഫലമുള്ളവരെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ?
അല്ലാഹു ശപിച്ചവർ, അല്ലാഹു കോപിച്ചവർ, അല്ലാഹു കുരങ്ങന്മാരും പന്നികളുമാക്കിയവർ, വ്യാജദൈവങ്ങൾക്ക് അടിപ്പെട്ടവർ, ഇവരൊക്കെയാണ് ഏറ്റവും നീചമായ സ്ഥാനക്കാർ. നേർവഴിയിൽ നിന്ന് തീർത്തും തെറ്റിപ്പോയവരും അവർ തന്നെ. وَإِذَا جَاءُوكُمْ قَالُوا آمَنَّا وَقَدْ دَخَلُوا بِالْكُفْرِ وَهُمْ قَدْ خَرَجُوا بِهِ وَاللَّهُ أَعْلَمُ بِمَا كَانُوا يَكْتُمُونَ. നിങ്ങളുടെ അടുത്തു വരുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. എന്നാൽ ഉറപ്പായും അവർ വരുന്നത് സത്യനിഷേധവുമായാണ്, തിരിച്ചു പോവുന്നതും സത്യനിഷേധവുമായി തന്നെ. അവർ മറച്ചുവെക്കുന്നവയെക്കുറിച്ചൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وَتَرَى كَثِيرًا مِّنْهُمْ يُسَارِعُونَ فِي الْإِثْمِ وَالْعُدْوَانِ وَأَكْلِهِمُ السُّحْتَ لَبِئْسَ مَا كَانُوا يَعْمَلُونَ. അവരിൽ ഒട്ടേറെ ആളുകൾ പാപവൃത്തികളിലും അതിക്രമങ്ങളിലും ആവേശത്തോടെ മുന്നേറുന്നതും നിഷിദ്ധധനം തിന്നു തിമിർക്കുന്നതും നിനക്കു കാണാം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നേ നീചം തന്നെ. لولا ينهاهم الربانيون والأحبار عن قولهم الإثم وأكلهم السحت لبئس ما كانوا يصنعون. അവരുടെ കുറ്റകരമായ സംസാരങ്ങളെയും നിഷിദ്ധ ഭോജനത്തെയും പുണ്യവാളന്മാരും പണ്ഡിതന്മാരും തടയാത്തതെന്ത്? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ. وقالت اليهود يد الله مغلولة غلت أيديهم ولعنوا بما قالوا بل يداه مبسوطتان ينفق كيف يشاء وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا وألقينا بينهم العداوة والبغضاء إلى يوم القيامة كلما أوقدوا نارا للحرب أطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين. അല്ലാഹുവിന്റെ കൈകൾ കെട്ടിപ്പൂട്ടിയിരിക്കുകയാണെന്ന് ജൂതന്മാർ പറയുന്നു. കെട്ടിപ്പൂട്ടിയത് അവരുടെ കൈകൾ തന്നെയാണ്. അങ്ങനെ പറഞ്ഞത് കാരണം അവർ ശപിക്കപ്പെട്ടവരായിരിക്കുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഹസ്തങ്ങൾ തുറന്നുവെച്ചവയാണ്. അവനിച്ഛിക്കും പോലെ അവൻ ചെലവഴിക്കുന്നു. നിനക്ക് നിന്റെ നാഥനിൽ നിന്ന് അവതരിച്ചു കിട്ടിയ സന്ദേശം അവരിൽ അധിക പേരുടെയും ധിക്കാരവും സത്യനിഷേധവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്കിടയിൽ ഉയിർത്തെഴുന്നേൽപ്പുനാൾ വരെ നാം പകയും വിദ്വേഷവും ഉളവാക്കിയിരിക്കുന്നു. അവർ യുദ്ധത്തീ ആളിക്കത്തിക്കുമ്പോഴെല്ലാം അല്ലാഹു അത് ഊതിക്കെടുത്തുന്നു. അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കുഴപ്പക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ولو أن أهل الكتاب آمنوا واتقوا لكفرنا عنهم سيئاتهم ولأدخلناهم جنات النعيم. വേദക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായും അവരുടെ തിന്മകൾ നാം മായ്ച്ചുകളയുകയും അവരെ അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ولو أنهم أقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم منهم أمة مقتصدة وكثير منهم ساء ما يعملون. തൗറാത്തും ഇഞ്ചീലും തങ്ങളുടെ നാഥനിൽ നിന്ന് ഇറക്കിക്കിട്ടിയ മറ്റു സന്ദേശങ്ങളും
യഥാവിധി പ്രയോഗത്തിൽ വരുത്തിയിരുന്നുവെങ്കിൽ അവർക്ക് മുകൾ ഭാഗത്തുനിന്നും കാൽച്ചുവട്ടിൽ നിന്നും ആഹാരം കിട്ടുമായിരുന്നു. അവരിൽ നേർവഴി കൈക്കൊണ്ട ചിലരുണ്ട്, എന്നാൽ ഏറെ പേരുടെയും ചെയ്തികൾ തീർത്തും നീചമാണ്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അല്ലാഹുവിന്റെ ദൂതരെ, നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് ഇറക്കിക്കിട്ടിയത് ജനങ്ങൾക്കെത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നീ അവൻ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാത്തവനായിത്തീരും. ജനങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷിക്കും. സത്യനിഷേധികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. قل يا أهل الكتاب لستم على شيء حتى تقيموا التوراة والإنجيل وما أنزل إليكم من ربكم وَلَيَزِيدَنَّ كَثِيرًا مِّنْهُمْ مَا أُنزِلَ إِلَيْكَ مِنْ رَبِّكَ طُغْيَانًا وَكُفْرًا فَلَا تَأْسَ عَلَى الْقَوْمِ الْكَافِرِينَ. പറയുക, വേദവാഹകരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ സന്ദേശങ്ങളും യഥാവിധി നിലനിർത്തും വരെ നിങ്ങളുടെ നിലപാടുകൾക്ക് ഒരടിസ്ഥാനവും ഉണ്ടാവുകയില്ല. എന്നാൽ നിനക്ക് നിന്റെ നാഥനിൽ നിന്ന് അവതരിച്ചു കിട്ടിയ സന്ദേശം അവരിൽ ഏറെ പേരുടെയും ധിക്കാരവും സത്യനിഷേധവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ നീ സത്യനിഷേധികളായ ജനത്തെയോർത്ത് ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബിഊന വന്നസാറാ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സത്യവിശ്വാസികളോ യഹൂദരോ സ്വാബികളോ ക്രിസ്ത്യാനികളോ ആരാവട്ടെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഒന്നും പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ലഖദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല വഅർസൽനാ ഇലൈഹിം റുസുലാ كلما جاءهم رسول بما لا تهوى أنفسهم فريقا كذبوا وفريقا يقتلون. ഇസ്രയേൽ മക്കളോട് നാം കരാർ വാങ്ങിയിട്ടുണ്ട്. അവരിലേക്ക് നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഓരോ ദൈവദൂതനും അവരുടെ മനസ്സിനിണങ്ങാത്ത സന്ദേശങ്ങളുമായി അവരുടെ അടുത്ത് ചെന്നപ്പോഴൊക്കെ അവർ ആ പ്രവാചകന്മാരിൽ ചിലരെ തള്ളിപ്പറയുകയും മറ്റു ചിലരെ കൊല്ലുകയുമാണുണ്ടായത്. വഹസിബൂ അല്ലാ തകൂന ഫിത്നതുൻ ഫഅമൂ വസമ്മൂ ثم تاب الله عليهم ثم عموا وصموا كثير منهم والله بصير بما يعملون. ഇതിനാൽ ഒരു കുഴപ്പവുമുണ്ടാവില്ലെന്ന് അവർ കണക്കുകൂട്ടി. അങ്ങനെ അവർ അന്ധരും ബധിരരുമായി തീർന്നു. പിന്നീട് അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. എന്നാൽ പിന്നെയും അവരിലേറെ പേരും അന്ധരും ബധിരരുമാവുകയാണുണ്ടായത്. അവർ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ് അല്ലാഹു. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മർയം وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم
إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. മറിയമിന്റെ മകൻ മസീഹ് ദൈവം തന്നെയെന്ന് വാദിച്ചവർ ഉറപ്പായും സത്യനിഷേധികളായിരിക്കുന്നു. യഥാർത്ഥത്തിൽ മസീഹ് പറഞ്ഞതിതാണ്: ഇസ്രയേൽ മക്കളെ, എന്റെയും നിങ്ങളുടെയും നാഥനായ അല്ലാഹുവിന് മാത്രം വഴിപ്പെടുക. അല്ലാഹുവിൽ ആരെയെങ്കിലും പങ്കുചേർക്കുന്നവന് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കും തീർച്ച. അവന്റെ വാസസ്ഥലം നരകമാണ്. അക്രമികൾക്ക് സഹായികളുണ്ടാവില്ല. لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم. ദൈവം മൂവരിൽ ഒരുവനാണെന്ന് വാദിച്ചവർ തീർച്ചയായും സത്യനിഷേധികൾ തന്നെ. കാരണം ഏകനായ ദൈവമല്ലാതെ വേറെ ദൈവമില്ല. തങ്ങളുടെ പറച്ചിലുകളിൽ നിന്ന് അവർ വിരമിക്കുന്നില്ലെങ്കിൽ അവരിലെ സത്യനിഷേധികളെ വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم. ഇനിയും അവർ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും അവനോട് മാപ്പിരക്കുകയും ചെയ്യുന്നില്ലേ? അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമല്ലോ. മൽ മസീഹു ഇബ്നു മർയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون. മറിയമിന്റെ മകൻ മസീഹ് ഒരു ദൈവദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും നിരവധി ദൈവദൂതന്മാർ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് സത്യവതിയായിരുന്നു. ഇരുവരും ആഹാരം കഴിക്കുന്നവരുമായിരുന്നു. നോക്കൂ, നാം അവർക്ക് എങ്ങനെയൊക്കെ തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ടും അവരെങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്. ഖുൽ അതഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ വല്ലാഹു ഹുവസ് സമീഉൽ അലീം. ചോദിക്കുക, നിങ്ങൾക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാനാവാത്ത വസ്തുക്കളെയാണോ അല്ലാഹുവെ വിട്ട് നിങ്ങൾ ആരാധിക്കുന്നത്? എന്നാൽ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. പറയുക, വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ മതകാര്യങ്ങളിൽ അന്യായമായി അതിരുകവിയാതിരിക്കുക. നേരത്തെ പിഴച്ചുപോവുകയും വളരെ പേരെ പിഴപ്പിക്കുകയും നേർവഴിയിൽ നിന്ന് തെന്നിമാറുകയും ചെയ്ത ജനത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ലഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം ذلك بما عصوا وكانوا يعتدون. ദാവൂദിന്റെയും മറിയമിന്റെ മകൻ ഈസായുടെയും നാവിലൂടെ ഇസ്രായേൽ മക്കളിലെ സത്യനിഷേധികൾ ശപിക്കപ്പെട്ടു. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിനാലാണത്. كانوا لا يتناهون عن منكر فعلوه
لبئس ما كانوا يفعلون. അവർ ചെയ്തുകൊണ്ടിരുന്ന ദുർവൃത്തികളെ പരസ്പരം വിലക്കിയിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്നത് തീർത്തും നീചമാണ്. ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون. അവരിലേറെ പേരും സത്യനിഷേധികളെ കൈകാര്യകർത്താക്കളാക്കുന്നത് നിനക്കു കാണാം. അവർ തങ്ങൾക്കായി തയ്യാർ ചെയ്തു വെച്ചത് വളരെ ചീത്ത തന്നെ. അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു. അവർ എക്കാലവും ശിക്ഷയനുഭവിക്കുന്നവരായിരിക്കും. ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. അല്ലാഹുവിലും പ്രവാചകനിലും അദ്ദേഹത്തിന് ഇറക്കിക്കിട്ടിയതിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവരൊരിക്കലും സത്യനിഷേധികളെ ഇவ்விധം രക്ഷാധികാരികളാക്കുമായിരുന്നില്ല. എന്നാൽ അവരിലേറെ പേരും ധിക്കാരികളാകുന്നു. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. മനുഷ്യരിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവർ യഹൂദരും ബഹുദൈവാരാധകരുമാണെന്ന് നിശ്ചയമായും നിനക്കു കാണാം. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്നു പറഞ്ഞവരാണ് വിശ്വാസികളോട് കൂടുതൽ സ്നേഹമുള്ളവരെന്നും അവരിൽ പണ്ഡിതന്മാരും പുണ്യാളന്മാരുമുണ്ടെന്നതും അവർ അഹന്ത നടിക്കുന്നില്ലെന്നതുമാണിതിന് കാരണം. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ. സത്യം മനസ്സിലായതിനാൽ ദൈവദൂതന് അവതീർണമായ വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നത് നിനക്കു കാണാം. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങളെയും നീ സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ പെടുത്തേണമേ. وَمَا لَنَا لَا نُؤْمِنُ بِاللَّهِ وَمَا جَاءَنَا مِنَ الْحَقِّ وَنَطْمَعُ أَن يُدْخِلَنَا رَبُّنَا مَعَ الْقَوْمِ الصَّالِحِينَ. ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ സച്ചരിതരിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളുടെ നാഥനിലും ഞങ്ങൾക്ക് വന്നെത്തിയ സത്യത്തിലും ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം? فَأَثَابَهُمُ اللَّهُ بِمَا قَالُوا جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَذَلِكَ جَزَاءُ الْمُحْسِنِينَ. അവരിങ്ങനെ പ്രാർത്ഥിച്ചതിനാൽ അല്ലാഹു അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ പ്രതിഫലമായി നൽകും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലമാണിത്. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവർ തന്നെയാണ് നരകാവകാശികൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅ്തദൂ
إن الله لا يحب المعتدين. വിശ്വസിച്ചവരെ, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. നിങ്ങൾ അതിര് കവിയരുത്. അതിര് കവിയുന്നവരെ അല്ലാഹു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. وَكُلُوا مِمَّا رَزَقَكُمُ اللَّهُ حَلَالًا طَيِّبًا وَاتَّقُوا اللَّهَ الَّذِي أَنْتُمْ بِهِ مُؤْمِنُونَ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയവയിൽ നിന്ന് അനുവദനീയമായവയും നല്ലതും നിങ്ങൾ തിന്നുകൊള്ളുക. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവിനോട് ഭക്തി പുലർത്തുക. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. ബോധപൂർവമല്ലാത്ത ശപഥങ്ങളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ല. എന്നാൽ നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്യുന്ന ശപഥങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ പിടികൂടും. അപ്പോൾ ശപഥലംഘനത്തിനുള്ള പ്രായശ്ചിത്തം ഇതാകുന്നു: 10 അഗതികൾക്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്ന സാമാന്യ നിലവാരത്തിലുള്ള ആഹാരം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുക. അതുമല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക. ഇതിനൊന്നും സാധിക്കാത്തവർ 3 ദിവസം നോമ്പെടുക്കട്ടെ. ഇതാണ് സത്യം ചെയ്ത ശേഷം അത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം. നിങ്ങളുടെ ശപഥങ്ങൾ നിങ്ങൾ പാലിക്കുക. അவ்விധം അല്ലാഹു തന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. യാ അയ്യുഹല്ലദീന ആമനൂ إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. വിശ്വസിച്ചവരെ, മദ്യവും ചൂതും പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിനുള്ള അമ്പുകളും പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാണ്. അതിനാൽ നിങ്ങൾ അവയൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ വിജയിച്ചേക്കാം. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്താനും അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആ തിന്മകളിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? وَأَطِيعُوا اللَّهَ وَأَطِيعُوا الرَّسُولَ وَاحْذَرُوا فَإِن تَوَلَّيْتُمْ فَاعْلَمُوا أَنَّمَا عَلَى رَسُولِنَا الْبَلَاغُ الْمُبِينُ. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക, ജാഗ്രത പുലർത്തുകയും ചെയ്യുക. അഥവാ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അറിയുക, നമ്മുടെ ദൂതന്റെ കടമ ദിവ്യസന്ദേശം വ്യക്തമായി എത്തിച്ചു തരൽ മാത്രമാണ്. ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين.
സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ നേരത്തെ നിഷിദ്ധം ഭക്ഷിച്ചതിന്റെ പേരിൽ കുറ്റമില്ല. എന്നാൽ അവർ സൂക്ഷ്മത പാലിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെയും സൂക്ഷ്മത പാലിക്കുകയും സത്യവിശ്വാസികളാവുകയും വീണ്ടും തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധ പുലർത്തുകയും നല്ല നിലയിൽ വർത്തിക്കുകയും വേണം. തീർച്ചയായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്-സ്വൈദി തനാലുഹു أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. വിശ്വസിച്ചവരെ, നിങ്ങളുടെ കൈകൾക്കും കുന്തങ്ങൾക്കും വേഗം പിടികൂടാവുന്ന ചില വേട്ട ജന്തുക്കളെക്കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കാണാതെ തന്നെ അല്ലാഹുവെ ഭയപ്പെടുന്നവരാരെന്ന് തിരിച്ചറിയാനാണിത്. ആരെങ്കിലും അതിനുശേഷം അതിക്രമം കാണിച്ചാൽ അയാൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലുസ്-സ്വൈദ വഅൻതും ഹുറും ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. വിശ്വാസികളെ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത്. ആരെങ്കിലും ബോധപൂർവം അങ്ങനെ ചെയ്താൽ പരിഹാരമായി അയാൾ കൊന്നതിന് തുല്യമായ ഒരു കാലിയെ ബലി നൽകണം. നിങ്ങളിലെ നീതിമാന്മാരായ 2 പേരാണ് അത് തീരുമാനിക്കേണ്ടത്. ആ ബലിമൃഗത്തെ കഅബയിലെത്തിക്കുകയും വേണം. അതല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഏതാനും അഗതികൾക്ക് അന്നം നൽകലാണത്. അല്ലെങ്കിൽ അതിന് തുല്യമായി നോമ്പനുഷ്ഠിക്കലാണ്. താൻ ചെയ്തതിന്റെ ഭവിഷ്യത്ത് സ്വയം തന്നെ അനുഭവിക്കാനാണിത്. നേരത്തെ കഴിഞ്ഞുപോയതെല്ലാം അല്ലാഹു മാപ്പാക്കിയിരിക്കുന്നു. എന്നാൽ ഇനി ആരെങ്കിലും അതാവർത്തിച്ചാൽ അല്ലാഹു അവന്റെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. അല്ലാഹു പ്രതാപിയും പകരം ചെയ്യാൻ പോന്നവനുമാണ്. أحل لكم صيد البحر وطعامه متاعا لكم وللسيارة وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون. കടലിലെ വേട്ടയും അതിലെ ആഹാരവും നിങ്ങൾക്ക് അനുവദനീയമാണ്. അത് നിങ്ങൾക്കും യാത്രാസംഘങ്ങൾക്കുമുള്ള ഭക്ഷണമാണ്. എന്നാൽ ഇഹ്റാമിലായിരിക്കെ കരയിലെ വേട്ട നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ആരിലേക്കാണോ ഒരുമിച്ച് കൂട്ടപ്പെടുക ആ അല്ലാഹുവെ സൂക്ഷിക്കുക. جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. ആദരണീയ മന്ദിരമായ കഅബയെ അല്ലാഹു മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള ആധാരമാക്കിയിരിക്കുന്നു. ആദരണീയ മാസം, ബലിമൃഗം, അവയുടെ കഴുത്തിലെ അടയാളപ്പട്ടകൾ എന്നിവയെയും. നിശ്ചയമായും ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു അറിയുന്നുവെന്നും അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനമുള്ളവനാണെന്നും
നിങ്ങൾ അറിയാനാണിത്. اعلموا أن الله شديد العقاب وأن الله غفور رحيم. അറിയുക, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അതോടൊപ്പം അവൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. ما على الرسول إلا البلاغ والله يعلم ما تبدون وما تكتمون. സന്ദേശം എത്തിച്ചു തരുന്ന ബാധ്യത മാത്രമേ പ്രവാചകനുള്ളൂ. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. പറയുക, നല്ലതും തീയതും തുല്യമല്ല. തീയതിന്റെ ആധിക്യം നിന്നെ എത്ര തന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതിനാൽ ബുദ്ധിമാന്മാരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് വിജയം വരിക്കാം. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. വിശ്വസിച്ചവരെ, ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാതിരിക്കുക. അവ വെളിപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് പ്രയാസകരമായിരിക്കും. ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവയെ സംബന്ധിച്ച് ചോദിച്ചാൽ അവൻ നിങ്ങൾക്കവ വെളിപ്പെടുത്തി തരും. കഴിഞ്ഞ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പേകിയിരിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കനിവുറ്റവനുമാണ്. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. നിങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്നിട്ടോ ഉത്തരം കിട്ടിയപ്പോൾ അവർ അവയെ നിഷേധിക്കുന്നവരായി തീർന്നു. ما جعل الله من بحيرة ولا سائبة ولا وصيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. ബഹീറ, സായിബ, വസീല, ഹാം എന്നിങ്ങനെയൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ സത്യനിഷേധികൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. അവരിലേറെ പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു ഇറക്കിത്തന്നതിലേക്കും അവന്റെ പ്രവാചകനിലേക്കും വരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ നടന്നതായി ഞങ്ങൾ കാണുന്ന പാത തന്നെ ഞങ്ങൾക്കു മതി. അവരുടെ പിതാക്കന്മാർ ഒന്നും അറിയാത്തവരും നേർവഴി പ്രാപിക്കാത്തവരുമാണെങ്കിലോ. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുർറുകും മൻ ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നേർവഴി പ്രാപിച്ചവരാണെങ്കിൽ വഴി പിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. അല്ലാഹുവിങ്കലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അവൻ നിങ്ങളെ വിവരമറിയിക്കും. യാ അയ്യുഹ
أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوا عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. വിശ്വസിച്ചവരെ, നിങ്ങളിലാർക്കെങ്കിലും മരണമടുക്കുകയും വസിയത്ത് ചെയ്യുകയുമാണെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടാളുകൾ അതിനു സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ യാത്രയിലായിരിക്കെയാണ് മരണവിപത്ത് നിങ്ങളെ ബാധിക്കുന്നതെങ്കിൽ അപ്പോൾ അന്യരായ രണ്ടാളുകളെ സാക്ഷികളാക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് അവരിൽ സംശയമുണ്ടാവുകയാണെങ്കിൽ അവരിരുവരെയും നമസ്കാരശേഷം തടഞ്ഞുവെക്കണം. അപ്പോൾ അവർ അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്യട്ടെ: ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് തന്നെ എതിരായാൽ പോലും ഞങ്ങൾ സത്യത്തെ വിറ്റു വില വാങ്ങുകയില്ല. അല്ലാഹുവിനു വേണ്ടിയുള്ള സാക്ഷ്യത്തെ ഒളിപ്പിച്ചു വെക്കുകയുമില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ പാപികളായിത്തീരും. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. അഥവാ അവരിരുവരും തങ്ങളെ സ്വയം തെറ്റിലകപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വ്യക്തമായാൽ കുറ്റം ചെയ്തത് ആർക്കെതിരിലാണോ അയാളോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ടുപേർ അവരുടെ സ്ഥാനത്ത് സാക്ഷികളായി നിൽക്കണം. എന്നിട്ട് അവരിരുവരും അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്തു പറയണം: ഉറപ്പായും ഞങ്ങളുടെ സാക്ഷ്യമാണ് ഇവരുടെ സാക്ഷ്യത്തെക്കാൾ സത്യസന്ധമായിട്ടുള്ളത്. ഞങ്ങൾ ഒരനീതിയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അക്രമികളായിത്തീരും. ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين. ജനം യഥാവിധി സാക്ഷ്യം നിർവഹിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഇതാണ്. അല്ലെങ്കിൽ തങ്ങളുടെ സത്യത്തിനു ശേഷം മറ്റുള്ളവരുടെ സത്യത്താൽ തങ്ങൾ ഖണ്ഡിക്കപ്പെടുമെന്ന് അവർ ഭയപ്പെടുകയെങ്കിലും ചെയ്യും. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അവന്റെ കൽപ്പനകൾ കേട്ടനുസരിക്കുക. അധാർമികരെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب. അല്ലാഹു തന്റെ ദൂതന്മാരെ ഒരുമിച്ചു കൂട്ടും. നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കിട്ടിയതെന്ന് അവരോട് ചോദിക്കും. ആ ദിനം അവർ പറയും: ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അദൃശ്യകാര്യങ്ങളൊക്കെയും നന്നായി അറിയുന്നവൻ നീ മാത്രം. إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس
إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين. അല്ലാഹു പറഞ്ഞ സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ, നിനക്കും നിന്റെ മാതാവിനും നാം നൽകിയ അനുഗ്രഹം ഓർക്കുക. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിന്നെ കരുത്തനാക്കി. തൊട്ടിലിൽ വെച്ചും പ്രായമായ ശേഷവും നീ ജനങ്ങളോട് സംസാരിച്ചു. നാം നിനക്ക് പ്രമാണവും യുക്തിജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും അഭ്യസിപ്പിച്ചു. നീ എന്റെ അനുമതിയോടെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി. പിന്നെ അതിലൂതി എന്റെ ഹിതത്താൽ അത് പക്ഷിയായി. ജന്മനാ കുരുടനായവനെയും വെള്ളപ്പാണ്ടുകാരനെയും എന്റെ ഹിതത്താൽ നീ സുഖപ്പെടുത്തി. എന്റെ അനുമതിയോടെ നീ മരണപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. പിന്നീട് നീ വ്യക്തമായ തെളിവുകളുമായി ഇസ്രായേൽ മക്കളുടെ അടുത്തു ചെന്നു. അപ്പോൾ അവരിലെ സത്യനിഷേധികൾ ഈ തെളിവുകളെല്ലാം തെളിഞ്ഞ മായാജാലം മാത്രമാണെന്ന് തള്ളിപ്പറയുകയും ചെയ്തു. പിന്നെ അവരിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു. وَإِذْ أَوْحَيْتُ إِلَى الْحَوَارِيِّينَ أَنْ آمِنُوا بِي وَبِرَسُولِي قالوا آمنا واشهد بأننا مسلمون. എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കണമെന്ന് ഞാൻ ഹവാരികൾക്ക് നിർദ്ദേശം നൽകി. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നീ സാക്ഷ്യം വഹിക്കുക. إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين. ഓർക്കുക, ഹവാരികൾ പറഞ്ഞ സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ, മാനത്തുനിന്ന് ഒരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരാൻ നിന്റെ നാഥന് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവെ സൂക്ഷിക്കുക. قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൽ നിന്ന് ആഹരിക്കണം, അങ്ങനെ ഞങ്ങൾക്ക് മനസ്സമാധാനമുണ്ടാകണം. താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകണം. ഞങ്ങൾ ഇതിനെല്ലാം നേരിൽ സാക്ഷികളാവുകയും വേണം. ഇതിനൊക്കെയാണ് ഞങ്ങൾ ഇതാവശ്യപ്പെടുന്നത്. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. മറിയമിന്റെ മകൻ ഈസ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, മാനത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരേണമേ. അത് ഞങ്ങളുടെ ആദ്യക്കാർക്കും അവസാനക്കാർക്കും ഒരാഘോഷവും നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കട്ടെ. ഞങ്ങൾക്ക് നീ അന്നം നൽകുക,
അന്നം നൽകുന്നവരിൽ അത്യുത്തമൻ നീയല്ലോ. قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. അല്ലാഹു അറിയിച്ചു, ഞാൻ നിങ്ങൾക്ക് അതിറക്കിത്തരാം. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും സത്യനിഷേധികളായാൽ ലോകരിൽ ഒരാൾക്കും നൽകാത്ത വിധമുള്ള ശിക്ഷ നാം അവന് ബാധകമാക്കും. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِن كُنتُ قُلْتُهُ فَقَدْ عَلِمْتَهُ تَعْلَمُ مَا فِي نَفْسِي وَلَا أَعْلَمُ مَا فِي نَفْسِكَ إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ. ഓർക്കുക, അല്ലാഹു ചോദിക്കുന്ന സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ, അല്ലാഹുവെ വിട്ട് എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ! എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാവതല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അതറിഞ്ഞിരിക്കും. എന്റെ ഉള്ളിലുള്ളത് നീ അറിയും, എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുപോലും നന്നായി അറിയുന്നവൻ. ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. നീ എന്നോട് കൽപ്പിച്ചതല്ലാത്തതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അഥവാ എന്റെ നാഥനും നിങ്ങളുടെ നാഥനുമായ അല്ലാഹുവെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരിലുണ്ടായിരുന്ന കാലത്തോളം അവരുടെ എല്ലാറ്റിനും സാക്ഷിയായിരുന്നു ഞാൻ. പിന്നെ നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ നിരീക്ഷകൻ നീ തന്നെയായിരുന്നുവല്ലോ. നീ സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു. إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകൾ തന്നെയല്ലോ. നീ അവർക്ക് മാപ്പേകുന്നുവെങ്കിലോ നീ തന്നെയാണല്ലോ പ്രതാപവാനും യുക്തിമാനും. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. അല്ലാഹു അറിയിക്കും, സത്യസന്ധന്മാർക്ക് തങ്ങളുടെ സത്യം ഉപകരിക്കും ദിനമാണിത്. അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അവരെക്കുറിച്ച് അല്ലാഹു സംതൃപ്തനായിരിക്കുന്നു. അവർ അവനെപ്പറ്റിയും സംതൃപ്തരാണ്. അതത്രേ അതിമഹത്തായ വിജയം. ലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർദി വമാ ഫീഹിൻ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെയും അവയിലുള്ളവയുടെയും ആധിപത്യം അല്ലാഹുവിന് മാത്രമാണ്.
അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്.